നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ആന്റണിയുടെ വിജയത്തിനായി കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം UDF നേതൃയോഗം. ജനങ്ങളെ തഴയുന്ന ദുർഭരണമാണ് സംസ്ഥാനത്തെന്ന് ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ. കോട്ടയം, ഇടുക്കി പാർലമെന്റ് മണ്ഡലങ്ങളിലെ BDJS സ്ഥാനാർത്ഥികളെ ചൊവ്വാഴ്ച പ്രഖ്യാപിക്കും. റബ്ബർ കർഷകരുടെ പ്രശ്നപരിഹാരത്തിന് മുൻകൈയെടുക്കുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി. റബ്ബർ കൃഷിക്കുള്ള ധനസഹായം 25,000 രൂപയിൽ നിന്നും 40,000 രൂപയായി ഉയർത്തിയതായി റബ്ബർ ബോർഡ് ചെയർമാൻ ഡോക്ടർ സവാർ ധനാനിയ. കൃഷിയിൽ യന്ത്രവൽക്കരണം പ്രയോജനപ്പെടുത്തണമെന്നും ചെയർമാൻ. വാർത്തകൾ വിശദമായി. ആന്റണിയുടെ വിജയത്തിനായി UDF കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം നേതൃയോഗം നടന്നു. ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ടയിലെ UDF സ്ഥാനാർത്ഥി ആന്റണിയുടെ വിജയത്തിനായി കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം UDF നേതൃയോഗം ചേർന്നു. പൊൻകുന്നം വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ UDF ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഇടത് സർക്കാരിന്റെ ദുർഭരണത്തിൽ വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയതായി സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. ദുർഭരണം ഇന്ന് കേരളത്തിലെ ജനങ്ങൾ വളരെയേറെ കഷ്ടപ്പെടുകയാണ്. നമുക്കറിയാം, വിലക്കയറ്റം കൊണ്ട് നമ്മുടെ സംസ്ഥാനം ഇന്ന് ഏറ്റവും കൂടുതൽ വിലക്കയറ്റം നേരിടുന്ന ഒരു സംസ്ഥാനമായി മാറിയിരിക്കുന്നു. കാർഷിക വിളകളുടെ വില തകർച്ചയെ കുറിച്ച് പറഞ്ഞാൽ കൃഷിക്കാർക്ക് ഒന്നിനും വില ലഭിക്കുന്നില്ല. അഴിമതിയുടെ കാര്യം പറയേണ്ടതില്ല. അങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു ദുർഭരണമാണ് ഇവിടെ നടക്കുന്നത്. നിയോജക മണ്ഡലം ചെയർമാൻ തോമസ് കുട്ടി അധ്യക്ഷനായി. സംസ്ഥാനത്ത് ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ തലയിൽ വരെ കടമാണെന്ന് UDF സ്ഥാനാർത്ഥി ആന്റണി പറഞ്ഞു. 60 വർഷം കേരളം മാറി മാറി ഭരിച്ച ഗവൺമെന്റുകൾ എടുത്ത കടം 1,30,000 കോടി രൂപയാണ്. ഈ തോമസ് ഐസക് ഒറ്റയ്ക്ക് 3 ലക്ഷം കോടി രൂപയാണ് കടമെടുത്തത്. അതിനു പുറമെ കിബിക്ക് വേണ്ടി കടമെടുത്തത് വേറെ, മസാല ബോണ്ട് ഇറക്കിയത് വേറെ. എല്ലാം കൂടി ഇന്ന് കേരളത്തിൽ ജനിച്ചു വീഴുന്ന ഒരു കുട്ടിക്ക് 1.5 ലക്ഷം കടബാധ്യതയാണ്. ഒരു സ്ത്രീ ഒരു കുട്ടിയെ പ്രസവിച്ചാൽ ആ കുട്ടിയുടെ തലയിൽ ഈ സ്റ്റേജിന്റെ കടം 1.5 ലക്ഷം ഉറുപ്പികയാണ് അതിന്റെ കടബാധ്യത. UDF കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം കൺവീനർ ജിജി അഞ്ചാനി, DCC സെക്രട്ടറിമാരായ ഷിൻസ് പീറ്റർ, PA ഷമീർ, റോണി K ബേബി, തോമസ് കുന്നംപള്ളി, ബ്ലോക്ക് പ്രസിഡന്റ് ജീരജ്, മനോജ് മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം, ഇടുക്കി പാർലമെന്റ് മണ്ഡലങ്ങളിലെ BDJS സ്ഥാനാർത്ഥികളെ ചൊവ്വാഴ്ച പ്രഖ്യാപിക്കും. BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. കോട്ടയം, ഇടുക്കി പാർലമെന്റ് മണ്ഡലങ്ങളിലെ BDJS സ്ഥാനാർത്ഥികളെ ചൊവ്വാഴ്ച പ്രഖ്യാപിക്കുമെന്ന് BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ ഖബറിടം സന്ദർശിക്കുകയായിരുന്നു തുഷാർ വെള്ളാപ്പള്ളി. ഇടുക്കിയിൽ മത്സരിക്കണമെന്ന ആവശ്യവുമായി മാത്യു സ്റ്റീഫൻ സമീപിച്ചിരുന്നു. എന്നാൽ പാർട്ടിയിൽ അംഗത്വം എടുത്താൽ മത്സരിപ്പിക്കാമെന്ന് അറിയിച്ചിരുന്നതായും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. മാത്യു സ്റ്റീഫൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് വന്നിരുന്നു. കാര്യം ആ സമയത്ത് തന്നെ ഞാൻ വളരെ വ്യക്തമായവരോട് പറഞ്ഞിട്ടുണ്ട്. കാരണം മാത്യു സ്റ്റീഫൻ ഉൾപ്പെടെ പല ആൾക്കാരും ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന 2 സ്ഥലങ്ങളിൽ ഞങ്ങൾ 3 സ്ഥലങ്ങളുണ്ട്. ഇദ്ദേഹത്തിന് പാർട്ടിയിൽ ജോയിൻ ചെയ്ത് മത്സരിക്കാൻ തയ്യാറാണെങ്കിൽ അത് വേണ്ടി നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. റബ്ബറിന് തറവിലയായി 250 രൂപ നിശ്ചയിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. താൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഉറപ്പ് ലഭിച്ചിരിക്കുന്നത്. റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ കേന്ദ്രം തന്നെ വേണമെന്നും കോൺഗ്രസും CPM-ഉം റബ്ബർ കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്നും തുഷാർ വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി. സഭാ മേലധ്യക്ഷന്മാരുമായുള്ള കൂടിക്കാഴ്ചയിലും റബ്ബർ പ്രശ്നങ്ങൾ ചർച്ചയായിട്ടുണ്ടെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. റബ്ബർ ബോർഡ് ചെയർമാൻ ഡോക്ടർ സവാർ ധനാനിയ റബ്ബർ കർഷകരുമായി ചിറക്കടവിൽ കൂടിക്കാഴ്ച നടത്തി. റബ്ബർ കൃഷിക്കുള്ള ധനസഹായം 25,000 രൂപയിൽ നിന്നും 40,000 രൂപയായി ഉയർത്തിയതായി അദ്ദേഹം അറിയിച്ചു. കൃഷിയിൽ യന്ത്രവൽക്കരണം പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റബ്ബർ ബോർഡ് ചെയർമാൻ ഡോക്ടർ സവാർ ധനാനിയ ചിറക്കടവ് RPS-ൽ റബ്ബർ കർഷകരുമായി കൂടിക്കാഴ്ച നടത്തി. ചിറക്കടവ് RPS പ്രസിഡന്റ് മൈക്കിൾ ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ റബ്ബർ ബോർഡ് ചെയർമാൻ ഡോക്ടർ സവാർ ധനാനിയ മുഖ്യപ്രഭാഷണം നടത്തി. റബ്ബർ കൃഷിക്കുള്ള ധനസഹായം 25,000 രൂപയിൽ നിന്നും 40,000 രൂപയായി ഉയർത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഉപേക്ഷിക്കപ്പെട്ട റബ്ബർ തോട്ടങ്ങളെ ഉൽപാദക സംഘങ്ങൾക്ക് ഏറ്റെടുക്കാനുള്ള പദ്ധതി നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൃഷിയിൽ യന്ത്രവൽക്കരണം പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. It is being the requirement of the tapers are increasing, so at that time the mechanized machine which is available also at a very subsidized amount, 30,000 machine we can get it for 6,000 rupees through RPS if that machine is registered under the SMAM scheme under the Kerala which is there.
So we can also have this type of the mechanized tapping facility, which we should generate. We should not sit the way in which we have been doing work for the last 30 or 40 years. Whatever the new type of methods, new type of approach which are coming, we should work on them. റബ് ഫാം ഉൽപ്പന്നമായ ഗ്രോ ബാഗുകളുടെ ഡീലർഷിപ്പ് ഏറ്റെടുക്കുന്നതിന്റെ ഉദ്ഘാടനം റബ് ഫാം ചെയർമാൻ ഡോക്ടർ ജേക്കബ് മാത്യു നിർവഹിച്ചു. VC സെബാസ്റ്റ്യൻ, P രവീന്ദ്രൻപിള്ള, കോര C ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാമ്പാടി പ്ലാവ് ഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. പാമ്പാടി കുറ്റിക്കൽ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. പാമ്പാടി ഇനി പ്ലാവ് ഗ്രാമം. പാമ്പാടി പ്ലാവ് ഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പാമ്പാടി സർവീസ് സഹകരണ ബാങ്കിന്റെയും സംയുക്ത പദ്ധതിയാണിത്. ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. കുറ്റിക്കൽ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി VN വാസവൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CM മാത്യു അധ്യക്ഷനായി. കാപ്കോസ് ചെയർമാൻ KM രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് റജി സഖറിയ, പാമ്പാടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് VM പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. 2 വർഷം കൊണ്ട് കായ്ഫലം തരുന്ന എയർലി വിയറ്റ്നാം സൂപ്പർ പ്ലാവിൻ തൈകളാണ് വിതരണം ചെയ്തത്. 4500 തൈകളാണ് വിതരണം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പള്ളിക്കത്തോട്ടിൽ LDFന്റെ ജനകീയ സംവാദം നടന്നു. സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക് ജനങ്ങളോട് സംവദിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക് പങ്കെടുത്ത ജനകീയ സംവാദം പള്ളിക്കത്തോട്ടിൽ നടന്നു. ജനങ്ങൾ ഉയർത്തിയ നിരവധി ചോദ്യങ്ങൾക്ക് തോമസ് ഐസക് മറുപടി നൽകി. വ്യാപാര സമൂഹം നേരിടുന്ന സാമ്പത്തിക വെല്ലുവിളിക്ക് മറുപടിയായി ജില്ലാതല ബാങ്കിംഗ് സമിതിയെ വിളിച്ച് ചർച്ച ചെയ്യാമെന്നും KSFEയുമായി ബന്ധപ്പെട്ട് വായ്പാ പദ്ധതി നടപ്പാക്കാനുള്ള നടപടിയെടുക്കാമെന്നും തോമസ് ഐസക് പറഞ്ഞു. ഹരിതകർമ്മസേനയ്ക്ക് നൽകുന്ന യൂസർ ഫീസ് മാലിന്യത്തിന്റെ തോതനുസരിച്ചാക്കാനുള്ള ചർച്ചകൾ നടത്തണമെന്ന് അദ്ദേഹം മറുപടി നൽകി. റബ്ബർ കർഷകർക്കായി ജനറ്റിക്കൽ മോഡിഫൈ റബ്ബർ കൃഷി സ്വാഗതാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. പള്ളിക്കത്തോട് നടന്ന സംവാദ പരിപാടിയിൽ CPM ജില്ലാ ഏരിയ നേതാക്കൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. പാലാ രാമപുരം റോഡിൽ നിയന്ത്രണം വിട്ട KSRTC ബസ് റോഡരികിലെ മൺഭിത്തിയിൽ ഇടിച്ചു കയറി. തിങ്കളാഴ്ച രാവിലെ 7:30യോടെ ചിറ്റാർപള്ളി ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. പൊൻകുന്നത്തു നിന്നും സുൽത്താൻ ബത്തേരിയിലേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ യാത്രക്കാർക്ക് നിസ്സാര പരിക്കേറ്റു. പരിക്കേറ്റ കടപ്ലാമറ്റം സ്വദേശി ജോൺസണെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. NGO യൂണിയന്റെ വജ്രജൂബിലിയുടെ ഭാഗമായുള്ള ഭവന നിർമ്മാണം പുരോഗമിക്കുന്നു. കോട്ടയം ജില്ലയിൽ പൂർത്തീകരിച്ച 4ാമത്തെ വീടിന്റെ താക്കോൽ സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ കൈമാറി. NGO യൂണിയൻ വജ്രജൂബിലി പ്രവർത്തനങ്ങളുടെ ഭാഗമായി നവകേരളം ജനപക്ഷ സിവിൽ സർവീസ് എന്ന മുദ്രാവാക്യം ഉയർത്തി ബഹുമുഖമായ പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്തിരിക്കുന്നത്. വജ്രജൂബിലിയോടനുബന്ധിച്ച് സംസ്ഥാനത്ത് 60 അതിദാരിദ്ര കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിന്റെ ഭാഗമായി കോട്ടയം ജില്ലയിൽ 4 വീടുകളാണ് നിർമ്മാണം പൂർത്തിയായത്. ഇതിൽ ആർപ്പൂക്കര പിടഞ്ചിറക്കുഴിയിൽ പൂർത്തിയായ വീടിന്റെ താക്കോൽ സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ കൈമാറി. കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് MS സാനു, വ്യാപാരി വ്യവസായി സമിതി ജനറൽ സെക്രട്ടറി ES ബിജു, NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സീമ S നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. രാമപുരം കാർഷികോത്സവം ശ്രദ്ധേയമായി. പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി രാമപുരം സോണിന്റെയും വിവിധ സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് രാമപുരം കാർഷികോത്സവം സംഘടിപ്പിച്ചത്. രാമപുരം കാർഷികോത്സവം എന്ന പേരിൽ കാർഷിക വിള പ്രദർശനവും വിപണനവും സംഘടിപ്പിച്ചു. സെന്റ് അഗസ്റ്റിൻസ് ഫെറോന പള്ളി പാരിഷ് ഹാളിലാണ് രാമപുരം കാർഷികോത്സവം എന്ന പേരിൽ കാർഷിക വിള പ്രദർശനവും വിപണനവും സംഘടിപ്പിച്ചത്. കാർഷിക വിള പ്രദർശന മത്സരം, കാർഷിക സെമിനാറുകൾ, കാർഷികോപകരണ വിപണനവും പ്രദർശനവും, കാർഷിക രംഗത്തെ നൂതനാഭിമുഖ്യങ്ങൾ പരിചയപ്പെടുത്തൽ, അലങ്കാര മത്സ്യ പ്രദർശനം, മികച്ച കർഷകരെയും സംരംഭകരെയും ആദരിക്കൽ, ഫുഡ് കോർട്ട്, വിവിധ നാടൻ ഭക്ഷ്യവിഭവങ്ങളുടെ വിൽപ്പന, കലാപരിപാടികൾ മുതലായവ കാർഷികോത്സവത്തോടനുബന്ധിച്ച് നടന്നു. രാമപുരം ഫെറോന പള്ളി വികാരി ഫാദർ ബാർക്കുമൻസ് കുന്നുംപുറം കാർഷികോത്സവം ഉദ്ഘാടനം ചെയ്തു. PSWS സോൺ വാർഷികവും വനിതാ ദിനവും ജോസ് കെ മാണി MP ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കാർഷിക മേഖലയിലേക്ക് പലപ്പോഴും പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ ഇന്ന് കർഷകർ നേരിടുന്നുണ്ട്. ഒന്ന്, പലപ്പോഴും അത് ആദായകരമാകാതെ പോകുന്നൊരു കാരണം. നമുക്ക് അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്കറിയാവുന്ന മൂല്യവർദ്ധനയിലേക്ക് പോകാൻ കഴിയണം. കാർഷിക ഉൽപ്പന്നങ്ങൾ നമുക്ക് അതിൻ്റെ സീസൺ സമയത്ത് ചിലപ്പോൾ നമുക്ക് വല്ല ലഭിച്ചെന്ന് വരില്ല. പക്ഷേ അതിനെ
സംഭരിച്ച് അതിൻ്റെ മൂല്യവർദ്ധന നടത്തി കഴിയുമ്പോഴാണ് കൂടുതലും അതിന് നമുക്ക് വില ലഭിക്കുന്നത്. അതുമാത്രമല്ല, പലപ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നത് കർഷകർക്ക് അവന് താല്പര്യമുള്ള കൃഷി ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. പാലാ രൂപത അധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട് അധ്യക്ഷത വഹിച്ചു. മികച്ച സംരംഭകരെയും കർഷകരെയും മാണി സി കാപ്പൻ MLA ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്: കാഞ്ഞിരപ്പള്ളി ITDP ഓഫീസിന്റെ കീഴിലുള്ള ഏറ്റുമാനൂർ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ ഗേൾസ് സ്കൂളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി അധ്യാപകരെ നിയമിക്കുന്നു. PSC നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. HSST ഇംഗ്ലീഷ്, മലയാളം, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇക്കണോമിക്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിലും ഹൈസ്കൂൾ വിഭാഗത്തിൽ മലയാളം, ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഷയങ്ങളിലെ അധ്യാപക തസ്തികയിലുമാണ്. MCRT തസ്തികയിലുമാണ് ഒഴിവ്. സ്കൂളിൽ താമസിച്ച് പഠിപ്പിക്കുവാൻ താൽപ്പര്യമുള്ളവർ അപേക്ഷിച്ചാൽ മതി. വെള്ളക്കടലാസിൽ ബയോഡാറ്റയും യോഗ്യത പ്രമാണങ്ങളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം അപേക്ഷ ഏപ്രിൽ 15 വൈകിട്ട് 5 പ്രോജക്ട് ഓഫീസർ ITDP കാഞ്ഞിരപ്പള്ളി, മിനി സിവിൽ സ്റ്റേഷൻ, 2ാം നില, കാഞ്ഞിരപ്പള്ളി PO 686507 എന്ന വിലാസത്തിൽ നേരിട്ടോ തപാൽ വഴിയോ ലഭ്യമാക്കണം. വിശദവിവരത്തിന് ഫോൺ 048282022751. സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ തിരുവഞ്ചൂരിൽ പ്രവർത്തിക്കുന്ന സർക്കാർ വൃദ്ധസദനത്തിലേക്ക് ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് ക്വട്ടേഷൻ ക്ഷണിച്ചു. ക്വട്ടേഷനുകൾ മാർച്ച് 15 ഉച്ചകഴിഞ്ഞ് 3 വരെ സ്വീകരിക്കും. അന്നേ ദിവസം വൈകിട്ട് 4 തുറക്കും. വിശദവിവരങ്ങൾക്ക് ഫോൺ 048127704030. കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ ഈ മാസം ആരംഭിക്കുന്ന 2 വർഷം 1 വർഷം 6 മാസം ദൈർഘ്യമുള്ള മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് ഡിഗ്രി +2 SSLC യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. വിശദവിവരത്തിന് ഫോൺ 7994449314. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ആന്റണിയുടെ വിജയത്തിനായി കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം UDF നേതൃയോഗം. ജനങ്ങളെ തഴയുന്ന ദുർഭരണമാണ് സംസ്ഥാനത്തെന്ന് ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ. കോട്ടയം, ഇടുക്കി പാർലമെന്റ് മണ്ഡലങ്ങളിലെ BDJ സ്ഥാനാർത്ഥികളെ ചൊവ്വാഴ്ച പ്രഖ്യാപിക്കും. റബ്ബർ കർഷകരുടെ പ്രശ്നപരിഹാരത്തിന് മുൻകൈയെടുക്കുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി. റബ്ബർ കൃഷിക്കുള്ള ധനസഹായം 25,000 രൂപയിൽ നിന്നും 40,000 രൂപയായി ഉയർത്തിയതായി റബ്ബർ ബോർഡ് ചെയർമാൻ ഡോക്ടർ സവാർ ധനാനിയ. കൃഷിയിൽ യന്ത്രവൽക്കരണം പ്രയോജനപ്പെടുത്തണമെന്നും ചെയർമാൻ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.